ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. ദൈവം നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ഈ ഭൂമിയിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്താനാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ ഓരോ ജീവിത നിമിഷങ്ങളും ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കാനുള്ള അവസരങ്ങളാണ്. സാധാരണഗതിയിൽ നമ്മുടെ ജന്മത്തെക്കുറിച്ച് അഭിമാനബോധമുള്ളവരായി നമ്മൾ മാറണം. നാം ജനിച്ചു എന്ന യാഥാർത്ഥ്യത്തെ ജീവിതത്തിൽ നിരന്തരം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. ജന്മദിനം ആഘോഷിക്കാത്തവരായി വളരെയേറെ പേരെ കണ്ടുമുട്ടാൻ നമുക്ക് കഴിയില്ല. മഹാഭൂരിപക്ഷവും തങ്ങൾ ജനിച്ച ദിനത്തെ ഓർക്കുകയും ആ ദിനത്തിൽ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നവരാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ജന്മദിനത്തെ നാം അങ്ങനെ ഓർക്കുമ്പോൾ ഭൗമികതയിലേക്ക് നമുക്ക് പ്രവേശനം നൽകിയ ദൈവത്തെയാണ് നമ്മൾ സ്തുതിക്കുന്നത്. അത് ബലപ്പെട്ട കാര്യമാണ്, ചെയ്യേണ്ട കാര്യമാണ്. ഓരോരുത്തരും തങ്ങളുടെ ജന്മത്തെക്കുറിച്ച് അഭിമാനബോധമുള്ളവരാകണം. ദൈവവിളിയുടെ ഒരു ഭാഗമാണ് ജനനം. മനുഷ്യത്വത്തിലേക്ക് നാം വന്നു. ആ യാഥാർത്ഥ്യം ജീവിതം മുഴുവൻ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനും നമ്മുടെ വിളിയോട് ഉത്തരവാദിത്വപൂർണമായി പ്രതികരിക്കാനും നമ്മെ പ്രേരിപ്പിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ വീണ്ടും ജനനത്തെ സംബന്ധിച്ചാണ്. ഒരു മനുഷ്യനായിരിക്കുക എന്നതിനേക്കാൾ മനുഷ്യത്വത്തിൽ ദൈവത്തെ പ്രകാശിപ്പിക്കാനായി ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് നാം ഉയർത്തപ്പെട്ടു എന്ന കാര്യം പലപ്പോഴും ഗൗരവമായി നമ്മൾ ചിന്തിക്കാറില്ല. ഫ്രാൻസിസ് പാപ്പ ഒരിക്കൽ നമ്മുടെ ജന്മദിനാഘോഷങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങളുടെ മാമോദീസ ദിവസമാണ്. ജ്ഞാനസ്നാനപ്പെട്ട ദിവസമാണ് യഥാർത്ഥത്തിൽ ജനനമായി കണക്കാക്കേണ്ടത്. മാമോദീസ ഒരു വീണ്ടും ജനനമാണ്. ക്രിസ്തുവിൽ ദൈവരാജ്യത്തിൽ നാം ആയിരിക്കുന്നു, തിരുസഭയിൽ നാം ആയിരിക്കുന്നു എന്നത് അഭിമാനകരമായ കാര്യമായി കരുതണം. കാരണം ഭൗതികമായ താൽക്കാലികമായ ജനനാവസ്ഥയിൽ നിന്ന് നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് അവിടുന്ന് നമ്മെ തിരഞ്ഞെടുക്കുന്നത് മാമോദീസയിലൂടെയാണ്. അങ്ങനെ ദൈവമക്കളായി നാം വീണ്ടും ജനിക്കുന്നു. അതാണ് പ്രധാനപ്പെട്ടതായി കാണേണ്ടത് എന്ന് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ തന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ 5-ാം തിരുവചനത്തിൽ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തു പഠിപ്പിക്കുകയാണ്, നിങ്ങൾ വീണ്ടും ജനിക്കണം. ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കാത്ത ഒരുവനും ദൈവരാജ്യം അവകാശമാക്കില്ല. ദൈവരാജ്യ പ്രവേശനത്തിന്, അതല്ലെങ്കിൽ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് നമ്മെ യോഗ്യരാക്കുന്നത് നമ്മുടെ വീണ്ടും ജനനമാണ്. സാധാരണ മനുഷ്യത്വത്തിൽ നിന്ന് ദൈവമനുഷ്യരായി ജീവിക്കാൻ നാം തിരഞ്ഞെടുക്കപ്പെടുകയും ജനിക്കുകയും ചെയ്യുന്നു ജ്ഞാനസ്നാനത്തിലൂടെ. ഈ കാര്യം ഗൗരവപൂർണമായി നമ്മുടെ ചിന്തയിൽ പലപ്പോഴും ഇല്ല. ജന്മദിവസത്തെക്കുറിച്ചൊക്കെ ഓർക്കുകയും അതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുകയും അഭിമാനിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ പരമയാഥാർത്ഥ്യമായ നിലനിൽപ്പിനെ മറന്നുകൊണ്ടാണ് പലപ്പോഴും ജ്ഞാനസ്നാനത്തെ അവഗണിക്കുന്നത്. മാർപ്പാപ്പ അന്ന് ആവശ്യപ്പെട്ടത്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മാമോദീസ തീയതി കണ്ടെത്തണം, അതിനെ മാനിക്കണം, ആഘോഷിക്കണമെന്നാണ്. ഭൗമികമായ ജനനം എപ്പോഴും നമുക്ക് നൽകുന്നത് ദുരിതപൂർണമായ ജീവിതാവസ്ഥകളാണ്. സുഖദുഃഖ സമ്മിശ്രമായ ഒരു ജീവിതമാണ് ഭൂമിയിലേത്. ആ ഭൗമിക ജീവിതത്തെ അതിൻ്റെ താൽക്കാലികതകളിൽ നിന്ന് മോചിപ്പിച്ച് നിത്യമായ ഒരു രാജ്യത്തിലേക്കുള്ള പ്രവേശന സ്ഥാനമാക്കി മാറ്റുന്നത് മാമോദീസയിലൂടെയാണ്. ആ മാമോദീസയാണ് നാം ആഘോഷിക്കേണ്ടതെന്ന് പാപ്പ പറയുമ്പോൾ നാം ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ അഭിമാനകരമായ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും സമൂർത്തമായ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നത് മാമോദീസയിലാണ്. നാം ദൈവരാജ്യത്തിൽ അംഗങ്ങളായി. കത്തോലിക്ക സഭയുടെ വേദോപദേശം 1213 മാമോദീസയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ജലത്തിലൂടെ വചനത്തിലുള്ള നമ്മുടെ പുനർജനനത്തിന്റെ കൂദാശയാണ് മാമോദീസ. ജലം വഴിയാണ് മനുഷ്യരക്ഷയെന്ന് നോഹയുടെ അനുഭവം നമുക്കറിയാം. പാപകരമായ ലോകത്തു നിന്ന് മനുഷ്യനെ വിമോചിപ്പിക്കാൻ ദൈവം ഏർപ്പെടുത്തിയ പദ്ധതിയാണ് നോഹയുടെ കാലത്തെ പ്രളയം. ആ പ്രളയത്തെ അതിജീവിച്ച ജനതയെ ഓർമ്മിപ്പിക്കുന്ന ജലത്താലുള്ള സ്നാനത്തിലൂടെയുള്ള കടന്നുവരവിനെ പുറപ്പാട് പുസ്തകത്തിൽ
കടൽ കടന്ന് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതമാകുന്ന ജനതയെ അനുസ്മരിപ്പിക്കുന്ന മാമുദീസയുടെ അനുഭവത്തിലൂടെ ജീവിതത്തിന്റെ ഏറ്റവും സമൂർത്തമായ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. നമ്മൾ തിരുസഭയുടെ ഭാഗമായിട്ട് മാറുന്നു. 4 കാര്യങ്ങൾ അതിൽ സംഭവിക്കുന്നു എന്നാണ് കാറ്റക്കിസം പറയുന്നത്. 4 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തേത്, നമ്മൾ ദൈവമക്കളായി ജനിക്കുന്നു. ലോകരാജ്യത്തിന്റെ മക്കളാണ്, മാംസത്തിൽ നിന്നുള്ള മാംസമായിട്ടാണ് വരുന്നത്. പക്ഷെ അവിടെ ഒരു പുനർജനനം ഉണ്ടാകുമ്പോൾ നാം ദൈവമക്കളായി മാറുന്നു. ജലത്തിലൂടെ വചനത്തിലുള്ള പുനർജനനം വഴി നമ്മൾ ദൈവത്തിന്റെ മക്കളായി മാറി. അങ്ങനെ ദൈവത്തിന്റെ മക്കളായി മാറുന്ന നാം ക്രിസ്തുവിന്റെ അവയവങ്ങളായിട്ട് മാറുന്നു, യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമായിട്ട് മാറുന്നു. അങ്ങനെ മാറിയ നാം സഭാഗാത്രത്തിൽ ഒന്നു ചേരുന്നു, സഭയാകുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി മാറുന്നു, അവളുടെ ദൗത്യത്തിൽ പങ്കുകാരാകുന്നു. ഒരു വീണ്ടും ജനനം നമുക്ക് കയ്യേൽപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്. ദൈവമക്കളാണെന്ന ബോധ്യം നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മൾ സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ സാധാരണ മനുഷ്യരല്ലേ എന്നാ. നമ്മൾ സാധാരണ മനുഷ്യരല്ല, സാധാരണത്വത്തിൽ അസാധാരണമായി ജീവിക്കുന്നവർ. സാധാരണ മനുഷ്യർ ഈ ലോകത്തിന്റെ കഷ്ടതകളിലും ഞെരുക്കങ്ങളിലും വീണു പോകുമ്പോൾ കഷ്ടതകളെയും ഞെരുക്കങ്ങളെയും ഒക്കെ ദൈവാഭിമുഖ്യമുള്ള ഒന്നാക്കി തിരിച്ചറിയുന്ന, ക്രിസ്തുവിൽ നിന്നുള്ള ദാനമായി സ്വീകരിക്കുന്ന, അവന്റെ സഹനങ്ങളോട് ചേർത്ത് വയ്ക്കാവുന്നവയായി കാണുന്ന ഭാവാത്മകമായ ഒരു തലത്തിലേക്ക് മനുഷ്യത്വത്തെ ഉയർത്തുന്നവരാണ് നമ്മൾ. നമ്മൾ സാധാരണ ആലോചിച്ച് നോക്കിയേ, പട്ടിണി കിടക്കുന്നത് കഷ്ടമാണ്, ദാരിദ്ര്യം ഒരു കഷ്ടാവസ്ഥയാണ്. പക്ഷെ ദാരിദ്ര്യം എന്നത് ക്രിസ്തുവിനോട് അനുരൂപനാകാനുള്ള ഒരു അവസരമാണെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് കഷ്ടതയും സഹനവും ഒക്കെ ഏറ്റെടുക്കാനും അവയെക്കുറിച്ച് നന്ദിയുള്ള മനസ്സോടെ ജീവിക്കാനും കഴിയുക എന്നുള്ളത് സാധാരണത്വമല്ല. നമ്മളോട് എങ്ങനെയാണ് ജീവിതം എന്ന് വെച്ചാൽ നമ്മൾ പറയും അങ്ങനെയൊക്കെ അങ്ങനെ ജീവിച്ചു പോകുന്നു. അങ്ങനെയല്ല, ഇഴഞ്ഞും വലിഞ്ഞും. അത് പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുന്നവരോട് ചോദിച്ചാലും ക്ഷേത്രങ്ങളിൽ പോയിട്ട് തിരിച്ചു വരുന്നവരോട് ചോദിച്ചാലും കേൾക്കാനുള്ള ഉത്തരം ഒന്നും തന്നെയാ. എങ്ങനെ പോകുന്നു ജീവിതം? കഷ്ടം, ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകുന്നു. ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതല്ല ക്രൈസ്തവത. ക്രൈസ്തവ വിശ്വാസം ഈ ജീവിതത്തിന്റെ ഈ പറഞ്ഞ ഇഴച്ചിലുകളെയും വീഴ്ചകളെയും ഒക്കെ നന്മയായി തിരിച്ചറിയുന്നതാണ്. കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും നമ്മിൽ വളർത്തുന്നു. റോമർ 5:4 പഠിപ്പിക്കുകയാണ്. കഷ്ടത സഹനശീലം വളർത്തും, സഹനശീലം ആത്മധൈര്യം വളർത്തും, ആത്മധൈര്യം പ്രത്യാശയിലേക്ക് നയിക്കും. അങ്ങനെ ക്രിസ്തുവിൽ പ്രത്യാശയുള്ളവരായി ജീവിക്കുന്ന അഭിമാനകരമായ ഒരു ജീവിതത്തിലേക്ക്, ദൈവരാജ്യത്തിന്റെ ബോധത്തിലേക്ക്, ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് നാം ഉയർത്തപ്പെടുന്നു. വ്യക്തിപരമായി നമുക്ക് ഈ അനുഭവം ഇല്ലാത്തത് നമ്മൾ ക്രിസ്തുവിനെ അപ്രകാരം ഹൃദയത്തിൽ സ്വീകരിക്കാത്തത് കൊണ്ടാണ്. നമുക്ക് ലഭിക്കുന്ന മാമോദീസയെക്കുറിച്ച് വ്യക്തമായ ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. അതൊരു മതത്തിൽ ചേരുന്ന പ്രവൃത്തിയല്ല, ദൈവരാജ്യത്തിലുള്ള അംഗത്വമാണ്. കത്തോലിക്കാ സഭ ഒരു മതമല്ല. കത്തോലിക്കാ സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. ആ ശരീരത്തിന്റെ ഭാഗമായി മാറുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി മാറിയത് കൊണ്ട് നാം തനത് വ്യക്തിത്വത്തിൽ നിന്ന് ഒരു ഭാവാത്മകമായ വ്യക്തിത്വത്തിലേക്ക് വരുന്നു. അതുകൊണ്ട് ശരീരത്തെ സംബന്ധിച്ച ധാരണകൾ, ജീവിതത്തെ സംബന്ധിച്ച ധാരണകൾ ക്രിസ്തുവിൽ നവീകരിക്കപ്പെടുകയും പുതിയ മനുഷ്യരായി മാറുകയും ചെയ്യുന്നു. അവരതിനു വേണ്ടി ജീവിക്കാൻ, സ്വാർത്ഥം വെടിയാൻ, ഈ ലോക ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ദാനമാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ഒക്കെ നമുക്ക് കഴിയുന്നത് സാധാരണത്വത്തിൽ നിന്നുള്ള മോചനമാണ്. ഞാൻ എൻ്റെതല്ലെന്നും ദൈവത്തിൻ്റെതാണെന്നും ദൈവത്തെ പ്രതി മറ്റുള്ളവരുടേതാണെന്നും തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ കഴിയുമ്പോഴാണ് സാധാരണ ജീവിതം അസാധാരണമായ ഒരു തലത്തിലേക്ക് ഉയർത്തപ്പെടുക. അങ്ങനെ വന്ന് നാം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളാണ്. നമ്മുടെ ശരീരത്തിൽ നാം സഹിക്കുന്ന സഹനങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റെടുക്കുന്ന കഷ്ടതകൾ, അതെല്ലാം ക്രിസ്തുവിനോട് അനുരൂപപ്പെടുന്ന അവസ്ഥയാണ്. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് നമ്മൾ. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകൃതരായി കാണുന്നു. അവന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. അവന്റെ ശരീരം ലോകത്തിനുള്ള ഭക്ഷണമാണ്, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ഭക്ഷണമാണ്. അങ്ങനെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി നമ്മൾ മാറുന്നു. മൂന്നാമത്, നമ്മൾ തിരുസഭയ്ക്കകത്താവുന്നു. തിരുസഭയ്ക്കകത്താവുമ്പോഴുള്ള പ്രത്യേകത എന്താ? സഭാത്മകമായ കൂട്ടായ്മയ്ക്കകത്ത് ജീവിക്കുക എന്നതിന്റെ പ്രത്യേകത വിശ്വാസത്തിന്റെ ആഘോഷമായ ഒന്നിൽ, വിശ്വാസത്തിന്റെ പ്രഘോഷണമായ ഒന്നിൽ നാം ഉൾച്ചേർക്കപ്പെടുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ പൈതൃകങ്ങളെ സംബന്ധിച്ചൊക്കെ ആളുകൾ പറയുമല്ലോ, പൈതൃകം, ഞങ്ങളുടെ പൈതൃകം എങ്ങനെയാണ്? പല അധികാരങ്ങളെ സംബന്ധിച്ചും ആചാരങ്ങളെ സംബന്ധിച്ചും ഒക്കെ ഈ പൈതൃക അവകാശങ്ങൾ ആൾക്കാർ ഉന്നയിക്കാറുണ്ട്. നമ്മൾ അങ്ങനെ ചെറിയ ആളല്ല എന്ന് പറയാനാണ്.
നമുക്കും അങ്ങനെ അഭിമാനിക്കാൻ ഒരു കാര്യമുണ്ട്. നമ്മളങ്ങനെ ചെറിയ ആളുകളല്ല. ക്രിസ്തുവിൽ മുദ്രിതരായിത്തീരുന്ന ഒരാളും ചെറിയ ആളല്ല. ലോകം കണ്ട ഏറ്റവും ഉന്നതമായ ഒരു സമർപ്പണത്തെ, ത്യാഗോജ്വലമായ ഒരു ജീവിതത്തെ, സത്യത്തിൽ ഉറച്ചൊരു ജീവിതത്തെ ഈ ലോകത്തിന് വെളിപ്പെടുത്തിയ ക്രിസ്തുവിലാണ് നാം ഓരോരുത്തരുമായി തീർന്നിരിക്കുന്നത്. ഇതൊരു പൈതൃകമായ മേന്മയാണ്. അതുകൊണ്ട് ക്രിസ്തുവിലായി തീർന്നിരിക്കുന്ന നമുക്ക് ഈ പൈതൃകത്തെ ഹൃദയത്തിൽ ഉറപ്പിക്കാൻ പറ്റണം. നമ്മൾ ഒരു കഥ കേട്ടതാണ്. കഥയിൽ ഇങ്ങനെ ഒരു കോടതി അന്തരീക്ഷമാണ്. അവിടെ ഒരു ചേടത്തി, ക്രിസ്ത്യാനിയായ ഒരു ചേടത്തി കോടതിയിൽ സാക്ഷി പറയാനായി ചെല്ലുന്നു. അപ്പോ ഈ ചേടത്തി പറയാണ്, ഞാൻ സത്യമേ പറയൂ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അത് കേട്ടതോടുകൂടി കോടതി മുറിയിൽ ആകെ ചിരിയായി. കാരണം അവിടെ വാദിക്കാനിരിക്കുന്ന 90% വക്കീലന്മാരും ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനി ഞാൻ സത്യമേ പറയൂ, ഞാൻ ക്രിസ്തുവിലാണ് ജീവിക്കുന്നത് എന്ന് പറയണമെങ്കിൽ ക്രൈസ്തവമായി അവബോധം ഉണ്ടാകണം. യേശുക്രിസ്തുവിൽ ആയതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നവനാകും, ഞാൻ സഹിക്കുന്നവനാകും, ഞാൻ കൊടുക്കുന്നവനാകും, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കും എന്ന് പറയാൻ കഴിയും വിധം ക്രിസ്തുബോധത്തിൽ ഉണർന്ന ഒരു ഹൃദയം ഉണ്ടാകണം. അപ്പോഴാണ് സഭാത്മകമായ കൂട്ടായ്മയ്ക്കകത്ത് നമ്മുടെ ജീവിതം അനുഭവപ്രദമായിട്ട് മാറുക. കൂട്ടായ്മയുടെ ബന്ധത്തിൽ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഉച്ചനീചത്വങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹമായി കൂട്ടായ്മകൾ മാറുന്നു. സമ്പത്തുള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലം വർദ്ധിക്കുന്നു. പാരസ്പര്യത്തിന് ജീവിതം നഷ്ടമാകുന്നു. വ്യക്തിപരമായ നേട്ടങ്ങൾക്കും മേന്മകൾക്കും പ്രശസ്തിക്കും അധികാരത്തിനും വേണ്ടിയുള്ള വടംവലികൾ സഭാത്മകമായ കൂട്ടായ്മയ്ക്കകത്ത് ഉണ്ടാകുമ്പോൾ ഈ ലോകത്ത് നമ്മൾ വെളിപ്പെടുത്തുന്നത് ക്രിസ്തുവിന് വിരുദ്ധമായിട്ടാണ് നമ്മൾ കൂട്ടുചേരുന്നതെന്നാണ്. യേശുക്രിസ്തുവിലായിത്തീരുന്നവർക്കുണ്ടാകേണ്ട പാരസ്പര്യത്തിന്റെ ബന്ധം, പരസ്പരമുള്ള ഉച്ചനീചത്വം അവസാനിപ്പിക്കുന്ന, അകലങ്ങൾ അവസാനിപ്പിക്കുന്ന ജീവിതക്രമം, അതൊന്നും പാലിക്കാൻ കഴിയാതെ പോകുമ്പോൾ നാം യഥാർത്ഥത്തിൽ നിരസിക്കുന്നത് നമ്മുടെ മാമോദിസയാണ്. ക്രിസ്തുവിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു എന്ന ബോധത്തെയാണ്. ഇനി സഭയുടെ ദൗത്യത്തിൽ പങ്കുകാരാകാൻ വിളിക്കപ്പെട്ടവരാണല്ലോ നമ്മൾ മാമോദിസ വഴി. എന്താണ് ദൗത്യം? സ്വന്തം ജീവിതത്തെ ക്രിസ്തുവിൽ ആഘോഷിക്കുക. ക്രിസ്തുവിൽ ജീവിതം ആഘോഷിക്കുന്നത് എങ്ങനെയാ? മരിച്ചുകൊണ്ടാണ്. അവനവന് മരിച്ചുകൊണ്ട് അവരന് വേണ്ടി ജീവിക്കുന്ന ജീവിതം, സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഉപേക്ഷിച്ച് മറ്റുള്ളവരുടെ താല്പര്യങ്ങളെ പരിഗണിക്കുന്ന ജീവിതം, മറ്റുള്ളവരെ മാനിക്കുന്ന ജീവിതം, മറ്റുള്ളവർ ക്രിസ്തുവിനെ കാണാനുള്ള ഹൃദയമുള്ള ജീവിതം, അനുകമ്പാർദ്രമായ ഹൃദയത്തോടെ ലോകത്തെ കാണാൻ കഴിയുന്നൊരു ജീവിതം, കാരുണ്യത്തിന്റെ മനസ്സോടെ ജീവിതങ്ങളിൽ ഇടപെടാൻ കഴിയുന്നൊരു ജീവിതം. അങ്ങനെ ഉണ്ടാവുമ്പോഴാണ് ജീവിതം ആഘോഷമായിട്ട് മാറുക. 2 തരത്തിൽ ജീവിതം ആഘോഷിക്കാം. നമ്മൾ ജന്മദിനമൊക്കെ ആഘോഷിക്കുന്ന പോലെ കേക്ക് മുറിച്ച് കാര്യങ്ങളൊക്കെ നടത്തി നമുക്കൊരു ദിവസം കൊണ്ട് ആഘോഷിക്കാം. ആ ആഘോഷം എത്ര നേരം നമ്മുടെ സ്മരണയിൽ നിൽക്കും? ആ കേക്കിന്റെ മധുരം തീരുന്നത് വരെയോ? ഓരോ ആഘോഷവും അവസാനിക്കുന്നത് ഒരു ഏകാന്തതയിലാണ്, ഒരു മൗനത്തിലാണ്. എല്ലാ ആഘോഷവും കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു നിർജീവതയാണ്. നമ്മൾ തിരുനാളുകളൊക്കെ ആഘോഷിക്കുമല്ലോ, പള്ളിമുറ്റത്ത് തോരണങ്ങളൊക്കെ കിട്ടി കാര്യഗൗരവമായി നമ്മൾ ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കും. പിറ്റേന്ന് ഈ തിരുനാളൊക്കെ കഴിഞ്ഞ് തോരണമൊക്കെ അഴിച്ചു മാറ്റി കഴിയുമ്പോൾ നമ്മൾ ആ ദേവാലയത്തിനടുത്തേക്ക് ചെല്ലുമ്പോൾ എന്തോ ഒരു ശൂന്യത അനുഭവിക്കുന്നില്ലേ? എന്തോ നഷ്ടമായ പോലെ, പൊയ്പോയ പോലെ, കേവല ഓർമ്മയിലേക്ക് ഈ ആഘോഷം പോകും. എന്നിട്ട് പിന്നെ നിൽക്കുന്ന നിർജീവതയാണ്. ജീവിതത്തിന്റെ ആഘോഷങ്ങളൊക്കെ അങ്ങനെയാണ്. എന്നാൽ ക്രിസ്തുവിലുള്ള ആഘോഷമോ? മരണം കുരിശിൽ ആഘോഷമാക്കിയ ഒരുവൻ ലോകം മുഴുവൻ 2000 വർഷമായി നിലനിൽക്കുന്ന ഒരു ആഘോഷമായി മാറുന്നു. ജീവിതങ്ങളിൽ ഇടപെടുന്നു. അനേക ജീവിതങ്ങളെ ക്രിസ്തുവിൽ അർപ്പിക്കാൻ പ്രേരകമായിട്ട് മാറുന്നു. സ്വയം ഉപേക്ഷയുടെ വഴി തിരഞ്ഞെടുത്ത് ലോകത്ത് ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയ അനേകം വിശുദ്ധാത്മാക്കൾ, സ്വന്തം ജീവിതം വിശ്വാസത്തെ പ്രതി അർപ്പിക്കാൻ മനസ്സ് കാണിച്ച അനേകം ധീരാത്മാക്കൾ, അവർക്ക് ജീവിതം കൊണ്ട് ആഘോഷിക്കുകയാണ്. 2000 വർഷമായി സഭയുടെ ജീവിതത്തിന്റെ ആഘോഷതലം എന്താ? ക്രിസ്തുവിന്റെ മരണമാണ്. യേശു ക്രിസ്തു സകല ജനത്തിനും വേണ്ടി സ്വയം അർപ്പിച്ചു എന്ന ബോധ്യമാണ്. ഇന്നിപ്പോൾ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ദൈവം എന്നാണ്. ഞങ്ങളുടെ ദൈവത്തെ നിങ്ങൾ തൊട്ടാൽ ഞങ്ങൾ നിങ്ങൾക്കെതിരെ തിരിയും. ഞങ്ങളുടെ ദൈവത്തെ അപമാനിച്ചാൽ ഞങ്ങൾ നോക്കിയിരിക്കില്ല. സർവശക്തനായ ദൈവത്തിന് വേണ്ടി പടയൊരുക്കാനായി കൃമികീടമായ മനുഷ്യൻ നിരത്തിലിറങ്ങുന്ന കാഴ്ച നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റും.
സാംസ്കാരികമായി ഉയർന്നെന്നും അറിവിന്റെ തലത്തിൽ പുരോഗമിച്ചെന്നും പറയുന്ന മലയാളികളടക്കം ആക്രമിക്കപ്പെടുമ്പോഴും അടികൊള്ളുമ്പോഴും തിരസ്കരിക്കപ്പെടുമ്പോഴും പീഡിപ്പിക്കപ്പെടുമ്പോഴും ക്രിസ്തുവിനെ പ്രതി എന്നതിൽ അഭിമാനിച്ചിരുന്ന, അല്ലെങ്കിൽ അതെല്ലാം രക്ഷയുടെ മാർഗങ്ങളെന്ന് വെളിപ്പെടുത്തിയിരുന്ന, അഖില ലോകത്തിനും വേണ്ടി വന്ന ക്രിസ്തുനാഥനെ ലോകത്ത് പ്രകാശിപ്പിക്കാൻ വേണ്ടി സ്വന്തം ജീവിതം ബലി കഴിക്കാൻ മനസ്സ് കാണിച്ച ധീരാത്മാക്കളെ അവഹേളിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ സമുദായവാദമായിട്ടും ഞങ്ങളുടെ ദൈവത്തെ നിങ്ങൾ അവഹേളിച്ചാൽ ഞങ്ങൾ നോക്കിയിരിക്കില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മൾ മാറുന്നത്. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ദൗത്യത്തിൽ നമ്മൾ വീണു പോകുന്നു. ദൗത്യം എന്താ? പീഡയേൽക്കുക, അവരിന് ഭക്ഷണമായിട്ട് മാറുക, അടിക്കുന്നവന് ക്ഷമ കൊടുക്കുക. ലോകത്ത് ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കാനുള്ള മാർഗമാണ്, ഒരു പ്രഘോഷണമാണ്. നിങ്ങൾക്കെതിരെ ഒരു അപമാനം ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാതെ ധൈര്യപൂർവ്വം ദൈവസന്നിധിയിലാണെന്ന ബോധ്യത്തോടെ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുമെങ്കിൽ, നീതി തേടി ന്യായാസനങ്ങളെ സമീപിച്ച് എതിരാളിയെ തറപറ്റിക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കുമെങ്കിൽ, ദ്രോഹങ്ങൾ ക്ഷമിക്കുമെങ്കിൽ, നിങ്ങൾ പ്രഘോഷിക്കുന്ന ക്രിസ്തുവിനെയാണ്. ഒരു കഷ്ടതയിലും വേദനയിലും നിരാശപ്പെടാതെ പ്രത്യാശയോടെ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകുന്ന കൈപ്പേറിയ ഈ പാനപാത്രം രക്ഷയ്ക്കുള്ള മാർഗമാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുമെന്ന് ഞാൻ പ്രഖ്യാപിച്ചാൽ ഞാൻ പ്രഘോഷിക്കുന്ന ക്രിസ്തുവിനെയാണ്. അഥവാ ഞാൻ ഈ ലോകത്തിന്റെ ഭാഗമായി ലോകത്തിന്റെ തലത്തിലേക്ക് തരംതാണ് എൻ്റെ കഷ്ടതകളെക്കുറിച്ച് പരിതപിച്ച് നിരാശപ്പെട്ട് കഴിയുന്നുവെങ്കിൽ ഞാൻ വെളിപ്പെടുത്തുന്നത് ക്രിസ്തുവിനെയല്ല. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നമ്മുടെ ജന്മത്തെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാകണം. ക്രിസ്തുവിൽ ജനിച്ചവരാണെന്ന ബോധം നിലനിൽക്കാത്തത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഈ സാധാരണ മനുഷ്യരുടെ തലത്തിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത്. നമ്മൾ കുറവുള്ള ഒരു ക്ലേശം സഹിക്കുന്നവരും പരിതാപകരമായ ജീവിതാവസ്ഥയിലൊക്കെ ഉള്ളവരുമാണ്. ഈ ലോകത്തിൽ, പ്രത്യേകിച്ചും ഇന്ത്യ മഹാരാജ്യത്ത് 140 കോടി ജനങ്ങളിൽ എത്ര പേരുണ്ട് ഇങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ടെന്ന് അഭിമാനമുള്ളവരുണ്ടാകാൻ? നമ്മുടെ നേട്ടങ്ങളെക്കുറിച്ചോ കയ്യിലുള്ളതിനെക്കുറിച്ചോ അല്ല, കഴിവിനെക്കുറിച്ചോ അല്ല നാം അഭിമാനിക്കേണ്ടത് നാം വിളിക്കപ്പെട്ട ജീവിതത്തെക്കുറിച്ചാണ്. അത് ക്രിസ്തുവിലുള്ള ജീവിതമാണ്. അതിൻ്റെ ഏറ്റവും പ്രഥമമായ തലം മാമോദീസയാണ്. ആ മാമോദീസയെക്കുറിച്ച് കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. സഭയുടെ വേദോപദേശം 1216 സഭ പഠിപ്പിക്കുകയാണ്. മാമോദീസയിൽ എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്നതായ ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിൽ നാം പ്രകാശം സ്വീകരിക്കുന്നു. അങ്ങനെ മാമോദീസ സ്വീകരിച്ച വ്യക്തി പ്രകാശിപ്പിക്കപ്പെടുന്നു. അവൻ പ്രകാശത്തിന്റെ പുത്രനും പ്രകാശം തന്നെയുമായി തീരുന്നു. അങ്ങനെ ലോകത്ത് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കാനായി വിളിക്കപ്പെട്ടവനാണെന്നും ആ പ്രകാശം നമ്മിൽ ആരംഭിക്കുന്നത് ഈ വീണ്ടും ജനനത്തിലാണെന്നും നമ്മൾ ഓർക്കണം. യോഹന്നാൻ സുവിശേഷം നമ്മെ പഠിപ്പിച്ചതുപോലെ ജലത്താലും ആത്മാവിനാലും ജനിക്കുമ്പോൾ, ജലത്തിൽ സാധാരണ നമ്മൾ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത്, ഖബറടക്കം. ആത്മാവിൽ ഉദ്ധാനാവസ്ഥ. അങ്ങനെ ജലത്താൽ മരിച്ച് ആത്മാവിൽ ഉദ്ധിതരായി ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നു. മനുഷ്യത്വത്തിൽ മരിച്ച് ദൈവത്വത്തിൽ നമ്മൾ ഉയർക്കുന്നു. മനുഷ്യൻ എന്ന ബോധത്തിൽ നിന്ന് ദൈവത്തിന്റെ മക്കളെന്ന ബോധത്തിലേക്ക് വരാൻ നമുക്ക് എത്രത്തോളം കഴിയുന്നുണ്ട് എന്ന് പരിശോധിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. മാമോദീസയിൽ നമുക്കുണ്ടാകുന്ന ജനനത്തെക്കുറിച്ച് വിശുദ്ധ പത്രോസ്ലീഹ ലേഖനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. 1 പത്രോസ് 1:23 ശ്ലീഹ പറയാണ്, നിങ്ങൾ ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്, സജീവവും സനാതനവുമായ ദൈവത്തിൽ നിന്ന്. കേവലമായൊരു ജനനം നമുക്കുണ്ട്. മാതാപിതാക്കളിലൂടെ നാം ഈ ലോകത്ത് അവതരിപ്പിക്കപ്പെടുന്നു. അത് സാമാന്യ ജനനാണ്. ആ സാമാന്യ ജനനത്തെ അസാമാന്യമായ ഒന്നിലേക്ക്, അസാധാരണമായ ഒന്നിലേക്ക് നാം എടുത്തു വയ്ക്കപ്പെടുന്നത് ഈ കൂദാശയിലാണ്. നശ്വരമായ ബീജത്താൽ അല്ല നാം ഈ ലോകത്ത് ആയിരിക്കുന്നതെന്നും അനശ്വര ബീജമായ ദൈവവചനത്തിൽ നിന്നാണ് നാം ജനിക്കുന്നതെന്നുമാണ് മാമോദീസയിൽ പ്രഖ്യാപിക്കുക. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മാമോദീസയിൽ മാതാപിതാക്കൾക്കല്ല സ്ഥാനം. അവിടെ ജ്ഞാനസ്നാന മാതാവും പിതാവും വരികയാണ്. ജ്ഞാനസ്നാന മാതാപിതാക്കന്മാരാണ് കുട്ടിയുടെ മാതാപിതാക്കളായി അവിടെ വരുന്നത്. അതിനർത്ഥം സഭയാണ് ഈ മാതാപിതാക്കളായിട്ട് വരിക. സഭയുടെ പ്രതിനിധികളാണ് അവർ. വിശ്വാസത്തിൽ ജീവിക്കുന്നവരാകണം, വിശ്വാസം പ്രഘോഷിക്കുന്നവരാകണം. ജ്ഞാനസ്നാന മാതാപിതാക്കന്മാർക്ക് ഇന്ന് ആ ആഘോഷവേളയിൽ ഉണ്ടാകുന്നതിനേക്കാൾ പ്രാധാന്യം പിന്നീട് ഉണ്ടാകാറില്ല. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ അങ്ങനെ സഭയ്ക്കകത്ത് ജനിപ്പിക്കാൻ ജ്ഞാനസ്നാനത്തിന്റെ മാതാപിതാക്കളായി വരുന്ന 2 പേർക്ക് അവരുടെ വിശ്വാസ ജീവിതത്തെ ചുമതലയുള്ളതാണ്, വിശ്വാസത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്.
വിശ്വാസം ഏറ്റു പറയുമ്പോൾ അവർ എത്രത്തോളം വിശ്വാസത്തിൽ ഔന്നിത്യം കാണിക്കുന്നുവോ, അല്ലെങ്കിൽ അവരെത്രത്തോളം ക്രിയാത്മകമായ വിശ്വാസ്യത നയിക്കുന്നുവോ, അത്രത്തോളമാണ് ആ കുഞ്ഞിന് പകർന്നു കൊടുക്കാൻ കഴിയുക. അങ്ങനെ സഭ ഒരു വീണ്ടും ജന്മത്തിലേക്ക് നമ്മെ വിളിക്കുന്നത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനാണെന്നും നശ്വരമായ പ്രകൃതം വെടിഞ്ഞ് അനശ്വരമായ പ്രകൃതത്തിലേക്ക് നമുക്ക് വളരാനും കഴിയണമെന്നാണ് മാമോദീസ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ലോകത്തെ പൗരത്വം പരിമിതമായ ചില കെട്ടുകൾക്കകത്താണ് എപ്പോഴും നിലനിൽക്കുക. ആ പൗരത്വം ലോകത്തിന്റെ നിയമങ്ങൾ പാലിക്കാൻ നമ്മെ നിർബന്ധിക്കും. ഇന്ത്യൻ പൗരനായതുകൊണ്ട് ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കണം. അങ്ങനെ ജീവിച്ചില്ലെങ്കിൽ അതിന് ശിക്ഷയുണ്ട്. അത് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ നാം ദൈവരാജ്യത്തിലെ പ്രജയാണെന്നും, അങ്ങനെ ദൈവരാജ്യത്തിലെ പ്രജയാണെങ്കിൽ ദൈവരാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്നും, അങ്ങനെ പാലിച്ചില്ലെങ്കിൽ നിത്യമായൊരു ശിക്ഷ നമുക്കുണ്ടാകുമെന്നും ഒരു ബോധം നമ്മുടെ അകത്ത് ഉണരുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് ഇവിടെ നന്നായിട്ട് ജീവിച്ചാൽ ഇവിടെ നമുക്ക് പ്രതിഫലം ലഭിക്കും എന്നൊരു സാമാന്യ തത്വമാണ്. പാപം ചെയ്യാതെ നന്മകൾ ചെയ്ത് ഈ ഭൂമിയിൽ ജീവിച്ചാൽ ഈ ഭൂമിയിൽ പ്രതിഫലം കിട്ടുമെന്ന ചിന്തയാണ് പലപ്പോഴും നമുക്കുള്ളത്. ഭൗമിക ലോകത്തിന്റെ എല്ലാ പരിമിതികളും ജീവിതാവസാനം വരെ നമ്മളെ പിന്തുടരും. ലാസർ ഉയർത്തു, യേശു ഉയർപ്പിച്ചതാ. ലാസർ വീണ്ടും മരിക്കും. എന്നാൽ യേശു മരിച്ചു, യേശു ഉയർത്തു, യേശുവിന് വീണ്ടും മരണമില്ല. അത് നിത്യതയിൽ ഉദ്ധാനമാണ്, നിത്യമായ ഉദ്ധാനം. അവന് മരണമില്ല. ക്രിസ്തുവിലായിത്തീരുമ്പോൾ ഈ കേവല പ്രകൃതത്തിൽ നിന്ന് നിത്യമായ ഉദ്ധാനാവസ്ഥയിലേക്ക് വരാൻ നമുക്ക് കഴിയേണ്ടതല്ലേ? യേശുവിലാണ് നമ്മളെങ്കിൽ, യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണെങ്കിൽ, ദൈവമക്കളുടെ സ്ഥാനത്താണെങ്കിൽ, വിശ്വാസം വഴി ഇപ്രകാരം ഒരു ഔന്നിത്യം പ്രാപിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഗലാത്യ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 26-ാം തിരുവചനം പറയാണ്, യേശുക്രിസ്തുവിന്റെ ഉദ്ധാനം വഴി നിങ്ങളെല്ലാവരും ദൈവമക്കളാണ്. യേശുക്രിസ്തുവിൽ നാം ആ വിശ്വാസം വഴി, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നുവെന്ന് നാം പ്രഖ്യാപിക്കുമ്പോൾ നാം ജീവിക്കേണ്ടത് ദൈവമക്കളുടെ സ്വഭാവത്തിനനുസരിച്ചാണ്. ദൈവപിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി ഭൂമി ജീവിക്കാനാണ് നമുക്ക് കഴിയേണ്ടത്. നമ്മൾ ആലോചിച്ച് നോക്കിയേ. നമ്മളെപ്പോഴും പറയുമല്ലോ, പരിശുദ്ധ അമ്മയുടെ മക്കളാണ് നമ്മൾ. അഭിമാനപൂർവ്വം പറയുന്നതാണ്. എൻ്റെ അമ്മയാണ് മറിയം, എൻ്റെ അമ്മയാണ് മറിയം, മറിയത്തിന്റെ മകനാണ്, മകളാണ്, യേശുവിന്റെ മകനാണ്, മകളാണ് എന്നൊക്കെ അഭിമാനപൂർവ്വം പറയും. ഈ അപ്പൻ്റെ അമ്മയുടെയൊക്കെ പേര് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എന്താ? അവർക്ക് നാണക്കേടുണ്ടാക്കുന്ന വിധത്തിൽ ജീവിക്കാൻ പറ്റും. നാട്ടുകാർ ചോദിച്ചു, നിങ്ങൾ ആരാണ്? നമ്മൾ പറയും, നമ്മൾ ഇന്നടുത്ത ഇന്ന ആളുടെ മകനാണ്. ആ, അയാളുടെ മകനാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അയാളുടെ വാല്യൂ എന്തെങ്കിലും നമ്മുടെ അകത്ത് ഉണ്ടാവണ്ടേ? ചിലരൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ, എൻ്റെ പിതാമഹന്മാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരാണ്. അങ്ങനെ പറയുമ്പോൾ ആ പറയുന്ന ആളുടെ ജീവിതത്തിൽ ഈ പിതാക്കന്മാർ പുലർത്തിയ എന്തെങ്കിലും നിലപാടുകൾ ഉണ്ടാകണ്ടേ? അവിടെയല്ലേ അത് അഭിമാനിക്കാൻ പറ്റുക. ഞങ്ങള് കഷ്ടപ്പെട്ട് ജീവിച്ചവരാണ്, ഞങ്ങൾ ലോകത്തിന് നന്മ ചെയ്തവരാണ് എന്ന് പറയുമ്പോൾ ആ നന്മ ചെയ്ത ആളുകളുടെ എന്തെങ്കിലും നന്മ നമ്മൾ ഈ കാണണ്ടേ? ദൈവപിതാവിന്റെ മക്കളാണ് നമ്മളെന്ന് പറയുമ്പോൾ, ക്രിസ്തുവിന്റെ ശരീരത്തിലെ ഭാഗങ്ങളാണെന്ന് പറയുമ്പോൾ, യേശു ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് നമ്മുടെ ജീവിതം കൊണ്ട് വെളിപ്പെടുത്താൻ നമുക്ക് കഴിയണം. ഈ വെളിപ്പെടുത്തലാണ് പ്രഘോഷണം. വിശ്വാസം വഴി ക്രിസ്തുവിൽ ഒന്നായി തീർന്ന നാം ഈ ലോകത്ത് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കണം. അവരിനോട് സ്നേഹം പുലർത്തണം. ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കണം. ചോദിക്കുന്ന ഏവനും കൊടുക്കണം. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് അകന്നു നിൽക്കരുത്. വിശക്കുന്നവന് ഭക്ഷണമായി മാറണം. ഉടുക്കാനില്ലാത്തവന് ഉടുക്കാൻ കൊടുക്കണം. ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുക്കണം. രോഗികളെയും തടവുകാരെയും സന്ദർശിക്കണം. അവശരെയും ആലംബഹീനരെയും സഹായിക്കണം. അങ്ങനെ ദൈവം എന്തൊക്കെയാണോ തൻ്റെ ഭാവമായി പ്രകടിപ്പിക്കുന്നത് അതെല്ലാം ഈ ലോകത്ത് പ്രകാശിപ്പിക്കാൻ കഴിയുമ്പോഴാണ് ദൈവമക്കളെന്ന നിലയ്ക്ക് നമുക്ക് അഭിമാനിക്കാൻ പറ്റുക. എന്തുകൊണ്ടാണ് ദൈവമക്കളെന്ന അഭിമാനബോധം നമുക്കില്ലാത്തത്? നമ്മൾ ദൈവപിതാവിന്റെ സ്വഭാവം ഒന്നും ഈ ലോകത്ത് പ്രകാശിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. മാമോദിസയിൽ ദൈവരാജ്യത്തിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു, എങ്കിൽ അകത്തേക്ക് വരാമെന്ന് പറഞ്ഞു. അകത്തേക്ക് ചെന്നു. അകത്തേക്ക് ചെന്നിട്ട് അവിടെ തൊട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? പിശാചിനെ അവന്റെ ആഡംബരങ്ങൾ ഉപേക്ഷിച്ചില്ലെന്നാ. നമ്മളിപ്പോഴും പിടിമുറുക്കിയിട്ടുള്ളത് പിശാചില. പിശാചിനെ പേടി, പിശാചിനോട് കൂട്ട് ഒരേ സമയം.
സമ്പത്ത് തകരുന്നത് പൈശാചിക ഉപദ്രവം കൊണ്ടാണെന്ന് പ്രഘോഷണം ഉണ്ടാവുന്നു. കേട്ടു നോക്കണേ, സമ്പത്ത് നശിക്കുന്നത് പൈശാചിക ഉപദ്രവം മൂലമാണെന്ന്. നിങ്ങളുടെ സമ്പത്ത് തകർക്കുന്ന ഒരു പിശാചിനെ നിങ്ങൾ കൂട്ടുപിടിക്കുമോ? സമ്പത്ത് തകർക്കുന്നവനാണ് പിശാച് എന്ന് പറഞ്ഞാൽ പിശാചിനെ കൂട്ടുപിടിക്കുമോ? പിന്നെ പിശാച് ആ പണിക്ക് വരുമോ? പിശാചിന്റെ പക്ഷം ചേർക്കാനാണല്ലോ പിശാചി പാട് മുഴുവൻ പെടുന്നത്. പ്രലോഭനം നൽകണം എന്തിനാ? തന്റെ പക്ഷത്ത് നിലയുറപ്പിക്കണം, ദൈവത്തിനെതിരായി ജീവിക്കണം. സമ്പത്ത് തകർത്താൽ എന്ത് ചെയ്യും? നമ്മൾ കർത്താവിലേക്ക് തിരിയും. അപ്പൊ പിശാചിനടുത്ത് പോകില്ല. അങ്ങനെയാണെങ്കിൽ പിശാച് എന്തായിരിക്കും ചെയ്യുക? പിശാച് ഇക്കിളിപ്പെടുത്താനല്ലേ നോക്കൂ, സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനല്ലേ നോക്കൂ, സമ്പത്ത് നേടാനുള്ള പുതിയ മാർഗങ്ങൾ തന്ന് പ്രലോഭനം ഉണ്ടാക്കാനല്ലേ നോക്കൂ, സമ്പത്തിനെ ആശ്രയിക്കാനല്ലേ പഠിപ്പിക്കൂ. അതുകൊണ്ട് തിരിച്ചറിയേണ്ടത്, പൈശാചിക പ്രലോഭനങ്ങൾ നമ്മെ വേട്ടയാടുന്നുവെങ്കിൽ അതിന് കാരണമായിട്ടുള്ളത് നാം ഈ ദൈവമക്കളാണ് എന്ന ബോധം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഞാൻ ഈ ലോകത്തേക്ക് അയക്കപ്പെട്ട ദൈവപിതാവിനാലാണെന്നും ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ദൈവത്തിലാണെന്നും ഞാൻ പോകേണ്ടത് ദൈവത്തിലേക്കാണെന്നും പരമമായ നന്മയും എൻ്റെ കേന്ദ്രവും ദൈവമാണെന്നും ഞാൻ തിരിച്ചറിഞ്ഞാൽ, എൻ്റെ ലക്ഷ്യസ്ഥാനം ദൈവമാണെന്ന ബോധ്യം എനിക്കുണ്ടായാൽ നിശ്ചയമായിട്ടും എനിക്ക് ആ പ്രലോഭനത്തിൽ വീഴാൻ കഴിയില്ല. പക്ഷെ പ്രലോഭനം എന്നെ കൈയടക്കുന്നത് എന്തുകൊണ്ടാ? പ്രലോഭകൻ എന്റെ പിന്നാലെ കൂടുന്നത് എന്തുകൊണ്ടാ? ഞാൻ ദൈവമക്കളുടെ ഭാഗമല്ല, ചഞ്ചലിപ്പിലാണ്. രണ്ട് തലത്തിൽ ചവിട്ടിയാണ് ജീവിക്കുന്നത്. ഒരേ സമയം ദൈവരാജ്യത്തിൽ അംഗമാണെന്ന് പറയുകയും ലോകരാജ്യത്തിൽ നിലനിൽക്കാനായി കഠിനമായി ശ്രമിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കണേ. പേരെന്തെന്നാ? ദൈവരാജ്യത്തിന്റെ. ഏത് രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കണേ? ലോകരാജ്യത്തിന് വേണ്ടിയാ. ദൈവോന്മുഖമായ ജീവിതം ഉണ്ടാകണം. നിങ്ങൾ അധ്വാനിക്കണം, പണം ഉണ്ടാക്കണം, വിജയങ്ങൾ നേടണം, നിങ്ങളുടെ ജീവിതത്തിലെ കഴിവുകൾ പ്രകാശിപ്പിക്കണം. ഇതെല്ലാം നല്ലതാണ്. പക്ഷെ ഇതെല്ലാം എന്തിനു വേണ്ടി എന്ന ചോദ്യം ഉണ്ടാകുമ്പോൾ ഇതെല്ലാം അവരന് വേണ്ടിയെന്നും ലോകത്തിന് വേണ്ടിയെന്നും മറ്റുള്ളവർക്ക് നന്മയുണ്ടാകാൻ വേണ്ടിയെന്നും ക്രിസ്തുവിനെ പ്രതിയെന്നും ഹൃദയത്തിൽ ഉറച്ചാൽ ദൈവമക്കളുടെ സ്ഥാനത്ത് നമ്മുടെ ജീവിതം സുസ്ഥിരമായിരിക്കും. കൊളോസ്യർ 2:6 പഠിപ്പിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ. യേശുക്രിസ്തുവിലുള്ള ജീവിതം എന്തെന്ന് ബോധ്യമാകണമെങ്കിൽ ക്രിസ്തു രഹസ്യത്തെ ഹൃദയത്തിന്റെ ഭാഗമാക്കി മാറ്റണം. ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങിയത് മനുഷ്യരക്ഷയ്ക്കായാണെന്നും സകല ജനത്തിനും രക്ഷയ്ക്കുള്ളവനായിട്ടാണ് ക്രിസ്തു ഭൂമിയിൽ അവതരിച്ചതെന്നും അതുകൊണ്ട് ഞാനും സകല ജനത്തിനും വേണ്ടിയുള്ളവനാണ് എന്ന ബോധ്യത്തിലേക്ക്, മറ്റുള്ളവരുടെ പാപത്തിന് പരിഹാരമായി ജീവിക്കുകയാണ് എൻ്റെ ജീവിതധർമ്മം എന്ന ബോധ്യത്തിലേക്ക്, അവരന് വേണ്ടി സ്വയം ഉപേക്ഷിക്കുക വഴി ക്രിസ്തുവിൽ നമുക്ക് പ്രകാശിക്കാൻ കഴിയുമെന്ന ബോധ്യത്തിലേക്ക് നമുക്ക് വളരാൻ പറ്റണം. യേശുക്രിസ്തുവിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ പരാതിയുടെയും പരിഭവത്തിന്റെയും ജീവിതം പിന്നെ ഉണ്ടാവില്ല, നന്ദിയുടെ ജീവിതം ഉണ്ടാവും. നമ്മുടേത് നന്ദിയുടെ ജീവിതമല്ല. ദൈവം എന്നെ വിളിച്ചു, ദൈവം എൻ്റെ പക്ഷത്ത് ചേർത്തു, ദൈവം ഈ സഹനങ്ങളിലൂടെയൊക്കെ ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കാൻ അവസരം തന്നു. യേശു ക്രിസ്തു ഏറ്റ പീഡകളുടെ കുറവ് ഞാൻ എൻ്റെ ശരീരത്തിൽ നിറവേറ്റുന്നു എന്ന് പറഞ്ഞ, പൂർത്തീകരിക്കുന്നു എന്ന് പറഞ്ഞ സ്ലീഹയോടൊപ്പം ആകാൻ പറ്റും? അങ്ങനെയാണോ നമ്മൾ ജീവിതത്തെ പരിഗണിക്കുന്നത്? കൊളോസ്യർ 2:7 പറയും, അവരിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും കൊണ്ട് അനർഗളമായ കൃതജ്ഞതാ പ്രകാശത്തിൽ മുഴുകുവിൻ. നമ്മുടെ ജീവിതം ഒരു നന്ദിയുടെ ജീവിതമായിട്ട് മാറണം എന്നാ പറയണേ. നന്ദിയുള്ളവരായി, എന്തും നന്ദിയോടെ സ്വീകരിക്കാൻ, അടികൊള്ളുമ്പോഴും നന്ദി പറയാൻ, സഹനങ്ങളിലും ക്ലേശങ്ങളിലും ഒക്കെ നന്ദിയോടെ ജീവിക്കാൻ നമുക്കൊരു അവസരം ലഭിക്കുകയാണ്. ഈ ലോകത്തുള്ള സഹനങ്ങൾ എല്ലാവർക്കും ഉള്ളതാ. നമുക്ക് വെളിച്ചമുള്ളതുകൊണ്ട് കാര്യം തിരിച്ചറിയാൻ പറ്റി. എന്തിനാണ് സഹനമെന്ന് മനസ്സിലായി, എന്താണ് ഇതിന്റെ അർത്ഥമെന്ന് മനസ്സിലായി. അർത്ഥമറിയാത്തതാണ് അനർത്ഥം. നമ്മുടെ ജീവിതത്തിൽ ഒരു സങ്കടകരമായ അവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിന് പറയുന്ന കാര്യമാണ് അനർത്ഥം. അനർത്ഥങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ. എന്നാണ് അനർത്ഥം? അർത്ഥമറിയായ്മയാണ്. അർത്ഥമറിഞ്ഞാൽ എല്ലാം അർത്ഥമുള്ളവയാണ്. ഒരു സഹനവും അർത്ഥമില്ലാത്തവയായിട്ടില്ല. ആ അർത്ഥം ക്രിസ്തുവിൽ തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് നമ്മൾ ജ്ഞാനികളായിട്ട് മാറുക, നമ്മുടെ ജ്ഞാനസ്നാനം അർത്ഥമുള്ളതായിട്ട് മാറുക. നാം ഈ ഭൂമി ജീവിക്കുമ്പോൾ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, നാം ക്രിസ്തുവിലാണ് ജീവിക്കുന്നത്. ക്രിസ്തുവിൽ പക്വത പ്രാപിച്ച് ഈ ലോകത്തിന് പ്രകാശം കൊടുക്കുന്നവരായി നമുക്ക് ജീവിക്കാൻ കഴിയണം. മാമോദിസയെ നാം പ്രത്യേകമായി ഓർക്കണം. നമ്മുടെ വീണ്ടും ജനനത്തിന്റെ തിരുനാളാണ്. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ തിരുനാൾ. ആ തിരുനാൾ ഭംഗിയായി ആഘോഷിക്കാൻ നമുക്ക് കഴിയണം. നാം ആരാണെന്നും എന്താണെന്നും വെളിപ്പെടുത്തുന്നത് ഈ ജന്മദിനമാണ്, മാമോദിസയുടെ ദിനമാണ്. എങ്ങനെയാണ് മാമോദിസ ആഘോഷിക്കുക? അന്ന് കേക്ക് മേടിച്ച് മുറിക്കണമെന്നോ സവിശേഷമായി സദ്യ ഒരുക്കണമെന്നോ ഒന്നും അല്ല പറഞ്ഞതിനർത്ഥം. മാമോദിസയെക്കുറിച്ച് അനുസ്മരണമുള്ളവരായിട്ട് മാറണം. നമ്മുടെ ഒരു പരിമിതി എന്താണെന്നറിയാമോ? മനുഷ്യന്റെ പരിമിതി.
മറവിയുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. എല്ലാം മറന്നുപോകും. ഐൻസ്റ്റീൻ അങ്ങനെ ഒരു ക്യൂവിൽ നിന്നപ്പോൾ, നല്ല ഓർമ്മശക്തിയുള്ള ശാസ്ത്രജ്ഞനായ ഐൻസ്റ്റീൻ ഒരു ക്യൂവിൽ നിന്നപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ചോദിച്ചു. അവിടെ എത്തിയപ്പോൾ അദ്ദേഹം പേര് മറന്നുപോയി. അടുത്ത് നിൽക്കുന്ന ഒരാളാണ് പറയുന്നത്, നിങ്ങളുടെ പേര് ഐൻസ്റ്റീൻ എന്നാണ്. അപ്പൊ അദ്ദേഹം പേര് പറഞ്ഞു. ഭയങ്കര മറവിയാണ് നമുക്ക്. നമ്മൾ ഏറ്റവും വലിയ മറവി എന്താണെന്നറിയാമോ? കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ മറന്നുപോകും. പിശാച് അടുത്തുണ്ടെന്ന് മറക്കോ? അത് മറക്കില്ല. തിന്മ കൂടെ ഉണ്ടെന്ന് മറക്കോ? അത് മറക്കില്ല. നമ്മൾ സാധാരണ മനുഷ്യരാണെന്ന് മറക്കോ? അത് മറക്കില്ല. നമ്മുടെ കൂടെ ദൈവമുണ്ടെന്നും നാം ദൈവത്തിലാണെന്നും മാമോദീസ വഴി നാം ദൈവമക്കളാണെന്നും നാം മറന്നുപോകും. അപ്പൊ മറവി യഥാർത്ഥത്തിൽ നമ്മെ കൊണ്ടാക്കുന്നത് അന്ധകാരത്തിലേക്കാണ്. ഓർമ്മകളാണ് പ്രകാശത്തിലേക്ക് നയിക്കുന്നത്. നിരന്തരം നമുക്കുണ്ടാകേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സാന്നിധ്യ സ്മരണ, ദൈവത്തിന്റെ സാന്നിധ്യ സ്മരണ, ദൈവം കൂടെ ഉണ്ടെന്ന ബോധം. രണ്ട്, നാം ദൈവമക്കളാണെന്ന ബോധം. ആ ബോധമുണരാൻ മാമോദീസയെ ഓർമ്മ ദിനമായി ആചരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ജന്മദിനത്തെക്കാൾ ഉപരിയായ പ്രാധാന്യത്തോടെ ആഘോഷിക്കേണ്ടതാണ് മാമോദീസ. കാരണം 2 കൊരിന്ത്യർ 5:17 പറയും, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, പുതിയത് വന്നു കഴിഞ്ഞു. ആ പുതുമയുടെ ജീവിതം, യേശുക്രിസ്തുവിലുള്ള ജീവിതം നയിക്കാൻ നിരന്തരമായി മാമോദീസയെ ഓർക്കുന്നവരും മാമോദീസയിൽ അഭിമാനിക്കുന്നവരും ക്രിസ്തുവിലാണ് എന്ന ബോധ്യത്തോടെ ജീവിതത്തിന്റെ പ്രവൃത്തികളെ മുഴുവൻ ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുന്നവയായി മാറാൻ പ്രയത്നിക്കുന്നവരുമായി മാറാൻ നമുക്ക് കടപ്പാടുണ്ട്. ക്രിസ്തുവിൽ നാം വിളിക്കപ്പെട്ടത് ദൈവമക്കളുടെ സ്ഥാനത്തേക്കാണെന്ന് ഓർക്കണം. അതുകൊണ്ട് ഇന്ന് ഏതവസ്ഥയിലാകട്ടെ, തകർച്ചയിലാകട്ടെ, ക്ലേശത്തിലാകട്ടെ, കഷ്ടതയിലാകട്ടെ, സഹനത്തിലാകട്ടെ, ആ സഹനത്തിന്റെയും ക്ലേശത്തിന്റെയും നടുവിൽ നിന്ന് ദൈവമക്കളാകാൻ വിളിച്ചതിനെ ഓർത്ത് നന്ദി പറയാൻ തുടങ്ങുമ്പോൾ ഈ ലോകത്തിന്റെ അന്ധകാരം നീങ്ങും, അഥവാ അജ്ഞത നീങ്ങും. ജ്ഞാനത്തിൽ എല്ലാറ്റിനെയും കാണാൻ കഴിയും. അങ്ങനെ കാണാൻ കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ജീവിതം മുന്നോട്ട് വെക്കുന്ന എല്ലാ പ്രതികൂലങ്ങളെയും മറികടക്കാനുള്ള ആത്മീയമായ ശേഷി നമുക്കുണ്ടാവും. ആ ശേഷിയോടെ ജീവിതം ക്രിസ്തുവിന് സാക്ഷ്യമായി ക്രിസ്തുവിൽ ആഘോഷിക്കുന്നതായി മാറാൻ ഇടയാകട്ടെ. എല്ലാവരുടെയും ജീവിതം ക്രിസ്തുവിൽ അഭിമാനകരമായ നേട്ടമാകട്ടെ. എല്ലാവരും അനുഗ്രഹത്തിന്റെ മക്കളായി മാറട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.